വിസർഡ് ഓഫ് ഓസിൻ്റെ പ്രീക്വലായ വിക്കറ്റ് 3D എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി PVR ഫോറം മോളിൽ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ. സ്ക്രീൻ 5-ലായിരുന്നു സിനിമ. ഈ സിനിമ കാണാൻ മൊത്തത്തിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും തിയേറ്ററിൻ്റെ സ്പെക്ക് 2K 7.1 ആണ്. 3D സിനിമ ആയതുകൊണ്ട് തന്നെ DCP 2K 7.1 IAB ആയിരുന്നു. ഇൻ്റർവ്യൂ ആയപ്പോൾ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് 99 റുപ്പീസിൻ്റെ സാൻഡ്വിച്ച് പെപ്സി കോംബോ ഇന്ന് അവൈലബിൾ ആയതുകൊണ്ട് അത് ഓർഡർ ചെയ്ത്. ആക്ച്വലി ഫോർ ദ പ്രൈസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഫ്രഷ് വെജിറ്റബിൾസ് ആയിരുന്നു, 4 പീസും ഉണ്ടായിരുന്നു. വിശപ്പിൻ്റെ ഒരു ശമനവും കിട്ടി. വിക്കറ്റ് പാർട്ട് 1. ഇത് പാർട്ട് 1 ആണെന്നുള്ളത് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ഇത് പാർട്ട് 1 and 2 ഉണ്ടെന്നുള്ളത്. ഈ സിനിമ തന്നെ വിസാർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി സ്റ്റോറി ആൻഡ് സിനിമയുടെ പ്രീക്വലാണ്. അപ്പോൾ ഇതിന് ഒരു പാർട്ട് 2 കൂടി ഉണ്ട്. ഇത് ടു ബി കണ്ടിന്യൂഡ് ആണ്, അത് ആദ്യമേ പറയുന്നു. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. ഓൾമോസ്റ്റ് 3 hours ഉള്ളൊരു മൂവി. വളരെ റെയറാണ് ഇംഗ്ലീഷിൽ അത്രയും ഡ്യൂറേഷൻ വരുന്ന മൂവീസ് വരുന്നത്. പക്ഷേ ഇതൊരു മ്യൂസിക്കലായിട്ട് കൂടി എനിക്ക് ഈ സിനിമ എൻജോയബിൾ ആയിരുന്നു. വിസാർഡ് ഓഫ് ഓസ് എന്ന് പറഞ്ഞ ആ കഥയും ആ സിനിമയും എനിക്ക് വളരെ ഇഷ്ടമുള്ള പടമാണ്. വളരെ കളർഫുള്ളാണ്. 3D മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ പറയണം, മൊയാന 3D വേറെ ലെവലായിരുന്നു. മൊയാന 2 3D വേറെ സീനായിരുന്നു. ആ ഒരു ഡെപ്തും കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ പോലും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം ഇതിലെ പെർഫോമൻസുകളാണ്. ഇതിൽ സിന്തിയ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ അമേരിക്കനായിട്ടുള്ള ആക്ട്രസും, അമേരിക്കൻ ആണെന്ന് തോന്നുന്നു, അരിയാന ഗ്രാൻഡയുടെയും പെർഫോമൻസ് 2 പേരും അടിപൊളി. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഫാൻറ്റസി സിനിമകൾ, എസ്പെഷ്യലി മാജിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ ഡസ്റ്റ്, ഹാരി പോട്ടറിൻ്റെ എല്ലാ സീരീസും, നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ബീസ്റ്റിൻ്റെ എല്ലാ സിനിമകളും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നാർണിയ എനിക്ക് ഒട്ടിക്കത്ത് ഇഷ്ടമുള്ള സിനിമയാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. ഈ സിനിമയ്ക്ക് വലിയ ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല, കാരണം ഓൾമോസ്റ്റ് ഒരാഴ്ചയിൽ കൂടുതലായി ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് PXL ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. എനിക്ക് ഹെൽത്ത് റീസൺസ് മൂലം അന്ന് പോകാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഫോറം മോളിൽ പോയി കണ്ടു. സ്ക്രീൻ 5-ലാണ് കണ്ടത്. ലേസറാണ്, 2K ആയിരുന്നു. DCP 2K തന്നെയാണെന്ന് തോന്നുന്നു DCP. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല രസം. എനിക്ക് എന്തോ ഈ സിനിമ വർക്കായി. ഇതിനകത്ത് ജെഫ് ഗോൾബ്ലാം ഉണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോളായിട്ട്. പീറ്റർ ദിംഗ്ലേജ്, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ മച്ചാനുണ്ട്. മിഷേൽ ലിയോ ഉണ്ട്, ക്രൗച്ചിങ് ടൈഗർ, ഹിഡൻ ഡ്രാഗണിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മിഷേൽ ലിയോ ഇതിനകത്ത് ഒരു കിടിലൻ റോൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫുള്ള് മ്യൂസിക്കൽ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫുൾ സ്റ്റോറി കിടുവായിരുന്നു. ഇത് വിസാർഡ് ഓഫ് ഓസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അത് ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഈവൻ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വിസാർഡ് ഓഫ് ഓസിലെ ക്യാരക്ടേഴ്സിനെ ലെഫ്റ്റ് മൂലയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കുറേ ഈസ്റ്റർ എഗ്സ് പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വിസാർഡ് ഓഫ് ഓസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാൻ പോയാൽ കുറച്ചുകൂടി രസമായിരിക്കും നിങ്ങൾക്ക്. വിസാർഡ് ഓഫ് ഓസ് 30 കൊല്ലത്തിന് മുകളിലെങ്ങാണ്ട് ഇറങ്ങിയ പടമാണ്. അതിന് 30 കൊല്ലത്തിന് മുകളിലെങ്ങാണ്ട് പോയി. അപ്പോൾ 30 കൊല്ലം അതിലും കുറേ ആയതുകൊണ്ട് വിസാർഡ് ഓഫ് ഓസ് ഇറങ്ങിയിട്ട് ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല ആ പടം ഇറങ്ങിയപ്പോഴേട്ടാ. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇതൊരു കിടു വാച്ചായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ പടം വർക്കായി. പക്ഷേ ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, കാരണം അത് മ്യൂസിക്കലായതുകൊണ്ട്. പക്ഷേ അപ്പോഴും ഞാനൊരു കാര്യം പറയുകയാണ്, മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു പെർട്ടിക്കുലർ പടമുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് ഒരു പടം ഇതുവരെ കയ്യേറാൻ പറ്റിയിട്ടില്ല. അൺഡൗട്ടഡ്ലി ടിം ബർട്ടൺ സംവിധാനം ചെയ്ത് നമ്മുടെ ജോണി ഡെപ്പണ്ണൻ അഭിനയിച്ചുള്ള സ്വീനി ടോഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഡീമൻ ബാർബർ ഓഫ് ഫ്ലീറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് മോനെ മ്യൂസിക്കൽ സിനിമയുടെ ബെഞ്ച് മാർക്കെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന സിനിമ അതായിരിക്കും. അതൊരു 1-1.5 ഐറ്റമാണ്. അതൊക്കെ റിലീസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ കോറലൈൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പിന്നെ നമ്മുടെ ടിം ബർട്ടൺ തന്നെ സംവിധാനം ചെയ്ത് ജോണി ഡെപ്പ് സൗണ്ട് കൊടുത്തിട്ടുള്ള കോപ്സ് പ്രൈഡ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ട്. അത് മ്യൂസിക്കലാണ്, ആനിമേഷനാണ്. കോറലൈൻ ത്രെഡ്മേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലേമേഷൻ എന്നൊക്കെ പറയുന്ന രീതി. ആക്ച്വലി കോറലൈനിൽ കുറേ നൂലും ബട്ടൺസും ആ ലെവലിലാണ് ആ പടം. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കട്ട വെറൈറ്റി പടമാണ് അതൊക്കെ. മ്യൂസിക്കൽസ് ഒരുപാടുണ്ട്. ലേ മിസറബിൾസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ ലാലാ ലാൻഡ് മ്യൂസിക്കലാണ്. ലാലാ ലാൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്, കാരണം ഓസ്കറിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട പടം ആയതുകൊണ്ടൊക്കെ മിക്ക ആൾക്കാരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് സ്വീനി ടോഡാണ് അപ്പൻ മ്യൂസിക്കൽസിൻ്റെ.
അതായിരുന്നു ഒന്നൊന്നര മ്യൂസിക്കൽ പടം, വേറെ റേഞ്ച്. അങ്ങനെ ഒരു ത്രില്ലർ ഡാർക്ക് പടം മ്യൂസിക്കലായിട്ട് എടുക്കാമെന്ന് കാണിച്ചു തന്നത് ടിം ബർട്ടൺ മ്യൂസിക്കൽസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക തലതൊട്ടപ്പം എന്നൊക്കെ വിളിച്ചിങ്ങനെ വരും. അമ്മ ലെവലിലാണ് പുള്ളിക്കാരൻ മ്യൂസിക്കൽസ് എടുക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ഗാറ്റ്സ്ബി മ്യൂസിക്കലാണ് വേറെ റേഞ്ച്. ബാസ് ലെർമൻ എടുത്ത് വെച്ചിരിക്കുന്ന അമ്മ രീതിയിലാണ്. അത്ര ഇഷ്ടമാണ് എനിക്ക് ഗ്രേറ്റ് ഗാറ്റ്സ്ബി. അത് 3Dയിലായിരുന്നു ആ സിനിമ. ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ് പണ്ട് PVRൽ വന്നപ്പോഴേക്കും. ഗ്രേറ്റ് ഗാറ്റ്സ്ബി തിയേറ്ററിൽ ഒന്നാമത് ലിയോനാർഡോ ഡികാപ്രിയോ ബെസ്റ്റ് ഫ്രണ്ടായ ടോമി മാഗ്വയർ അഭിനയിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചനുള്ള സിനിമ. എന്താണ് എന്തോ ഹെലികോപ്റ്റർ എന്തായാലും പോയതാണ്, വീട് മൊത്തം കിടന്ന് കുലുങ്ങിയല്ലോ ഇവിടെ. എനിവേസ് സിനിമ സൂപ്പറായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ സിനിമ നല്ല രസമായിരുന്നു. ഞാൻ വീണ്ടും പറയണം, ഇറ്റ് ഇസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഐ thoroughly enjoyed it. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ എനിക്ക് സന്തോഷമുള്ളൂ. മിക്ക പിള്ളേരും ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളും ലേഡീസ് ആയിട്ടുള്ളവരും ഒക്കെ, ടീനേജേഴ്സൊക്കെ. കാരണം ഇതിലെ കോസ്റ്റ്യൂം ഡിസൈൻ വേറെ ലെവലായിരുന്നു. സെറ്റ് ഡിസൈനൊക്കെ വേറെ ലെവൽ. എനിക്ക് ഉറപ്പാണ് വരാൻ പോകുന്ന ഓസ്കറിന് ബെസ്റ്റ് സെറ്റ് ഡിസൈൻ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനിന് ഈ സിനിമക്ക് കിട്ടും. കാരണം അതുപോലത്തെ സാധനം ചെയ്തു വെച്ചിരിക്കുന്ന ടിം ബർട്ടൺ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള വില്ലി വോങ്ക ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി സിനിമയുണ്ട്, ഡെപ്പ് അഭിനയിച്ചിട്ടുള്ള. അത് പിന്നെ വോങ്ക എന്നുള്ള രീതിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പോലത്തെ ടൈപ്പ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സെറ്റ്. കാരണം ഈ ഓസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിക്ഷണൽ ലാൻഡ് കാണിച്ചിരിക്കുന്നത് സെറ്റൊക്കെ വേറെ ലെവലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് ഡെപ്ത് കുറച്ചുകൂടി കൂട്ടാമായിരുന്നു തോന്നി എനിക്ക്. 3Dയുടെ ലെയറിങ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. കുറച്ചുകൂടി നല്ല രീതിയിൽ പോപ്പ് ഔട്ട് 3D കുറേ സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നൊരു സിനിമയായിരുന്നു. ഒരുപാട് അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം മാലെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ സിനിമ, സ്നോ വൈറ്റ് ആൻഡ് ദി ഹൺസ്മാൻ പാർട്ട് 1 and 2, അതൊക്കെ കിടിലം പടമായിരുന്നു 3Dയിൽ. അപ്പോൾ അതുപോലെ ഇതിലും കുറച്ചുകൂടി ഡെപ്ത് കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ദിസ് മൂവി ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ ഗുഡ് പെർഫോമൻസസ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എനിക്കെന്തോ ഞാൻ ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ആയിട്ട് പോയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫാൻറ്റസി മൂവി. അപ്പം നമ്മൾ അതിനകത്ത് ലോജിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെല്ലുക, എൻജോയ് ചെയ്യുക, കളർഫുള്ളായിട്ടുള്ള സാധനം കണ്ടുപോരുക. അത് ആ ഒരു മൈൻഡിൽ പോയതുകൊണ്ട് എനിക്ക് ഈ സിനിമ വർക്കായി. പിന്നെ വിക്കറ്റ് എന്നൊക്കെ പേര് കാണുമ്പോഴും ഇതിനകത്തുള്ള വിച്ചായിട്ടുള്ള ക്യാരക്ടറൊക്കെ കാണുമ്പോഴേക്കും ഈ വിച്ചിൻ്റെ ക്യാരക്ടർ ആർക്ക് എൻ്റെ മോനെ, ഈ സിന്തിയ എന്ന് പറഞ്ഞ ആക്ട്രസ് അത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ട് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ജോണത്തൻ എന്ന് പറഞ്ഞൊരു നടൻ അഭിനയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ജുറാസിക് വേൾഡ് റീബേർത്തിലുള്ള നടനാണ്. സ്കാർലറ്റ് ജോഹാൻസൻ്റെ ഒപ്പം അഭിനയിക്കുന്ന നടനാണ്. ഇതിനകത്ത് ആൾ കുറേയൊക്കെ ഡാൻ സ്റ്റീവൻസിനെ എനിക്ക് ഓർമ്മ വരുന്ന രീതിയിൽ ഒരു ലുക്കൊക്കെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റിലെ ഡാൻ സ്റ്റീവൻസ് മച്ചാൻ വേറെ കുറേ സിനിമകളിലും കൂടി ഉണ്ട്. അപ്പോൾ ഡാൻ സ്റ്റീവൻസിൻ്റെ ഒരു വേറെ ലെവൽ പടം ഉണ്ടായിരുന്നു, ഒരു ത്രില്ലർ, ഒരു വീട്ടിലേക്ക് വരുന്നത്. ഇൻവിറ്റേഷൻ ആയിരുന്നുണ്ട്, അത് ഇൻവിറ്റേഷനാണ് ഏതായിരുന്നു അത്, അല്ലെങ്കിൽ ഗസ്റ്റ് ആയിരുന്നോ? കിട്ടിലും പടം വരുന്നു കേട്ടോ അത്. അപ്പോൾ ഗസ്റ്റ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ, എനിക്ക് ആ രണ്ട് പടം എപ്പോഴും മാറി പോകും. അപ്പോൾ എന്തായാലും ഗസ്റ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഡാൻ സ്റ്റീവൻസിൻ്റെ അടിപൊളി പടമാണ്. അപ്പോൾ ആ ഡാൻ സ്റ്റീവൻസിനെ എനിക്ക് ഓർമ്മ വന്നു ഇതിനകത്ത് ജോണത്തൻ ബെയ്ലീനെ കണ്ടപ്പോൾ. പുള്ളിയുടെ പേര് ജോണത്തൻ ബെയ്ലി എന്നാണ് ഈ ഇല്ലാത്ത നാടൻ. എന്തായാലും നല്ലൊരു വാച്ചായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വിക്കറ്റ് പേര് കാണുമ്പോഴും ഈ വിച്ചിനൊക്കെ കാണുമ്പോഴേക്കും അതാണ് ഞാൻ പറയാൻ പോയത്. ഇപ്പോൾ വിസാർഡ് ഓഫ് ഓസിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ വേറൊരു വൈബാണ്. പക്ഷേ അതിനകത്തുള്ള വിച്ച് ക്യാരക്ടർ എന്ന് വെച്ചാൽ മറ്റേ ആ ടൈപ്പ് വിച്ചാണ്. ഇതിൽ വിച്ച് അങ്ങനെയല്ല. ഇതെങ്ങനെ ആ വിച്ച് അങ്ങനെ ആയി എന്ന് കാണിക്കുന്നൊരു പ്രീക്വലാണ്, ആ ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് വേറൊരു ടൈപ്പ് രീതി. ആ ഒരു ക്യാരക്ടർ ആർക്കുണ്ടല്ലോ, അത് അടിപൊളിയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റോറി ലൈൻ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. എനിവേസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. ഇത് 3D കണ്ടപ്പോഴുള്ള എൻ്റെ അനുഭവം ഇതാണ്. എന്തായാലും പിന്നെ ഞാൻ ഇന്ന് PVRൻ്റെ മറ്റേ 99 rupees കോംബോ മറ്റേ സാധനം മേടിച്ച് കഴിച്ചായിരുന്നു. എന്തായിരുന്നു സാധനത്തിൻ്റെ പേര്? സാൻഡ്വിച്ചും പെപ്സിയും. നല്ല ലാഭം വരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു പെപ്സിക്ക് ഇത്ര രൂപ കൊടുക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500 ml, അത് 350 ml ഉള്ള എന്തോ 350 ആണോ 500 ആണെന്ന് പറഞ്ഞു പോയി. ഞാൻ ഐസ് ഇടാതെ എടുപ്പിച്ചത്. അപ്പോൾ മൊത്തത്തിൽ കിട്ടുകയും ചെയ്ത്. സാൻഡ്വിച്ച് കിട്ടി, 4 പീസും ഉണ്ടായിരുന്നു. ക്ലബ് സാൻഡ്വിച്ച് കിടില സാധനം, 90 രൂപ ഭയങ്കര ലാഭമായിട്ട് ഫീൽ ചെയ്ത്. അത് നല്ലതായതുകൊണ്ട് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. നല്ലതിനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നല്ല എക്സ്പീരിയൻസ്, മൊത്തത്തിൽ ഫുഡായാലും സിനിമ ആയാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൊജക്ഷനെ പറ്റി നോ കംപ്ലയിൻസ്. കാരണം 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് 7.1 ആണ്. അനുയോജ്യമായ DCP ആണ് വന്നിരുന്നത്. കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പടം കാണാൻ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 3D വൈസ് അത് അവിടുത്തെ 3D ടെക്നോളജിയുടെ പ്രോബ്ലം ഒന്നും കൊണ്ടല്ല. മൂവിക്ക് പൊതുവെ ഞാൻ കേട്ട അഭിപ്രായം 3D അത്ര ഗംഭീരമല്ല
എന്നുള്ള രീതിയിൽ. അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കണ്ടതിൻ്റെ ഉടനെ ഞാൻ മൊവാന 2 കണ്ടുകൊണ്ടായിരിക്കാം. എൻ്റെ കേസിൽ നേരെ തിരിച്ച്, ഞാൻ മൊവാന 2 കണ്ടിട്ടാണല്ലോ ഇത് കാണുന്നത് ഇപ്പോൾ. അതുകൊണ്ടായിരിക്കാം. മൊവാന 2യുടെ 3D വേറെ ലെവലായിരുന്നു. അത് ഇന്നും കൂടി PXL ഉണ്ട്. നിങ്ങൾ കണ്ട ടൈപ്പ് പോയി കണ്ടു നോക്കാം മക്കളെ. കിടിലൻ 3D ആണ്. അന്യായ കഥയോ സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷേ പിള്ളേരെ കൊണ്ട് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ 3D എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗംഭീര വാച്ചായിരിക്കും. PXLലുള്ള ഷോ കണ്ടു നോക്കുക. വർത്ത് ദ മണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ എനിവേസ്, ബൈ.